വെൽക്കം ടു ടാർഗറ്റ് ലേണിംഗ് ആപ്പ്. 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പരീക്ഷയാണ് USS എക്സാം അല്ലേ? എല്ലാവരും ഓൾറെഡി അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, അപേക്ഷ അയച്ചിട്ടുണ്ടാവും, എല്ലാം ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിനനുസരിച്ചുള്ള പഠനം ഒന്നുകൂടി ശക്തിപ്പെടുത്തണം. അതിനുവേണ്ടി ടാർഗറ്റ് ലേണിംഗ് ആപ്പ് നിങ്ങൾക്കായി ഒരു ക്രാഷ് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. നോക്കാം, നമുക്ക് ആദ്യം USS പരീക്ഷയെക്കുറിച്ച് അറിയാത്തവർക്കായി ജസ്റ്റ് നമുക്ക് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. കേരള സർക്കാരിൻ്റെ പൊതുപരീക്ഷാ വിഭാഗമാണ് USS പരീക്ഷ നടത്തുന്നത്. ഏപ്രിലാണ് പരീക്ഷ, അതായത് ഈ മാസമാണ്. ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളെ അതിനു വേണ്ടിയുള്ളൂ. എന്നാണ് പരീക്ഷ നോക്കാം. നോക്ക്, 26-ാം തീയതി, ഏപ്രിൽ 26-ാം തീയതിയാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. അതായത് 26/4/2023 നമ്മുടെ പരീക്ഷ. ബുധനാഴ്ചയാണ് നമ്മുടെ പരീക്ഷ നടക്കാൻ പോകുന്നത്. 2 പേപ്പറുകളാണ്, പേപ്പർ 1, പേപ്പർ 2 എന്നിങ്ങനെ 2 പേപ്പറുകളായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. രാവിലെ 10:15 മുതൽ 12 മണി വരെയാണ് ആദ്യത്തെ പരീക്ഷ. രണ്ടാമത്തെ പരീക്ഷ പേപ്പർ 2 നടക്കാൻ പോകുന്നത് ഉച്ചയ്ക്ക് 1:15 മുതൽ 3 മണി വരെയാണ്. പേപ്പർ 1ലും പേപ്പർ 2ലുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായി പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഓൾറെഡി പഠിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതേപോലെ തന്നെ പുസ്തകങ്ങളൊക്കെ സംഘടിപ്പിച്ച് നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എങ്കിലും നമുക്ക് നോക്കാം, USS പരീക്ഷ എഴുതാനുള്ള യോഗ്യത എന്താണ്? 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി ആയിരിക്കണം. കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ വളർന്ന് കേരളത്തിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തിന് അപ്ലൈ ചെയ്യാം? USS പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ടത് മാർച്ച് 30-ന് മുൻപായിരുന്നു. പലരും അപേക്ഷിച്ചിട്ടുണ്ട്. അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരമൊരു ക്ലാസ് സംഘടിപ്പിക്കുന്നത്. ഇനി നോക്കി നോക്ക്, പരീക്ഷയുടെ സിലബസും അതിൻ്റെ സ്വഭാവവും നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. USS പരീക്ഷ 7ാം ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരീക്ഷ നടക്കുന്നത്. ആ ഒരു 7ാം ക്ലാസ് വരെ, അതായത് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും നിങ്ങൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ ധാരണകൾ, നിങ്ങൾക്കുള്ള ശേഷികൾ, അതിനെക്കുറിച്ച് ഉള്ള നിങ്ങളുടെ മനോഭാവ തലം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരമൊരു പരീക്ഷ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായി പരിശ്രമിച്ചാൽ ഈസിയായി നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ്. അതിന് നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. നമുക്ക് അടിച്ചു പൊളിച്ച് നല്ല മാർക്കോട് കൂടി പാസ്സാവേണ്ട മക്കളെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് പരീക്ഷ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, MCQ ആണ് പരീക്ഷയുടെ രീതി. അതായത് മൾട്ടി ചോയ്സ് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാവുക. ആ മൾട്ടി ചോയ്സ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി പലർക്കും പരിചിതമാണ്. എങ്കിലും ഒന്നുകൂടി നോക്കി നോക്കാം എങ്ങനെയാണ് ഈ പരീക്ഷ നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 2022-ലെ USS പരീക്ഷയ്ക്ക് വന്നുള്ളൊരു ചോദ്യമാണ്. മഞ്ഞപ്പിത്തം ഉണ്ടാകുമ്പോൾ കണ്ണിന് ചുറ്റും മഞ്ഞ നിറം വരുന്നത്, അതല്ലെങ്കിൽ മൂത്രം മഞ്ഞ നിറമായി കാണുന്നത് എന്തുകൊണ്ടാണ്? അതിൽ നമുക്ക് എന്ത് ചെയ്യാം? എന്ത് ചെയ്തിട്ടുണ്ടാവും? ശ്രദ്ധിക്കാം. ABCD എന്നിങ്ങനെ 4 ഓപ്ഷനുകൾ എന്ന് നമ്മൾ പറയും. 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. അതിലൊന്ന് ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ എന്ന് തന്നിട്ടുണ്ടായിരുന്നു. മെലാനിൻ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബിലിറൂബിൻ എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം, ഏറ്റവും ശരിയായ ഉത്തരം ബിലിറൂബിൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ബിലിറൂബിൻ ഏതാണ് ഉത്തരം? C ആണെങ്കിൽ ആ C എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഉത്തരമായിട്ട് മാർക്ക് ചെയ്യും. എങ്ങനെ മാർക്ക് ചെയ്യും? ഒരു OMR ഷീറ്റ് ഉണ്ട്. ആ OMR ഷീറ്റിൽ നമ്മൾ ബബിൾ ചെയ്യും. അങ്ങനെ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഉത്തരങ്ങളും ചോദ്യങ്ങളും എല്ലാം നമ്മൾ ഇനി പഠിക്കാൻ പോവാണ് മക്കളെ. ഇനി നോക്കുക, പരീക്ഷയുടെ ഘടന നമുക്കൊന്ന് നോക്കാം. 2 പേപ്പറുകളായിട്ടാണ് പരീക്ഷ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പേപ്പർ 1-ൽ വരുന്നതാണ്. പേപ്പർ 1 ഏതാ നോക്ക്. പേപ്പർ 1-ൽ നമുക്ക് വരുന്നത് 1ാം ഭാഷയും ഗണിതവുമാണ്. ആ പേപ്പർ 1-നെ തന്നെ 3 പാർട്ടുകളായി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ആ 3 പാർട്ടുകൾ, 1ാമത്തെ പാർട്ടിൽ വരുന്നത് ABC ആണ്. 2-ലും വരുന്ന പ്രധാന ഭാഗങ്ങൾ ഏതാണ്? മലയാളവും പിന്നെ ഗണിതമാണ്. അപ്പോൾ പാർട്ട് Aയിൽ അല്ലെങ്കിൽ പാർട്ട് 1 പേപ്പർ 1-ൽ നമുക്ക് പഠിക്കാനുള്ളത് മലയാളവും ഗണിതവുമാണ്. ഗണിതം എന്ന് കേൾക്കുമ്പോൾ പലരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ സിമ്പിൾ ചോദ്യങ്ങളാണ്. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അതിലെ ഗണിതത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്കുണ്ടാവുക. അത് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. ഇനി നോക്കാം, പേപ്പർ 2-ൽ നോക്ക്. പേപ്പർ 2-ൽ നമുക്ക് അതുപോലെ തന്നെ 3 ഭാഗങ്ങളായിട്ടുണ്ട്. ഇംഗ്ലീഷ്, അടിസ്ഥാന ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം. അതിൽ നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യം, 2 പേപ്പറിനും
നമുക്ക് എത്രയാണ് 45 മാർക്ക് വീതമാണ്. അങ്ങനെ മൊത്തത്തിൽ 90 മാർക്കിന് ആണ് നമ്മൾ എന്ത് നടത്തുന്നത്, ഈ ഒരു USS എക്സാം നടത്തുന്നത്. അതിൽ ചില പേപ്പറുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾ നോക്കുക, രണ്ടാം പേപ്പറിൽ വരുന്ന അടിസ്ഥാന ശാസ്ത്രം നോക്കുക. രണ്ടാം പേപ്പറിൽ വരുന്ന അടിസ്ഥാന ശാസ്ത്രത്തിൽ ആകെ 20 ചോദ്യങ്ങളാണുള്ളത്. ആകെ അടിസ്ഥാന ശാസ്ത്രത്തിൽ 20 ചോദ്യങ്ങളാണുള്ളത്. അതിൽ ശരി ഉത്തരം എഴുതിയ 15 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 20 ചോദ്യങ്ങൾക്കും വേണമെങ്കിൽ ഉത്തരം എഴുതാം. അതിൽ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന കാര്യമേ ഇല്ല. 20 ചോദ്യങ്ങളിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള 15 ശരി ഉത്തരങ്ങൾ മാത്രമേ എന്തിനു വേണ്ടിയിട്ട് പരിഗണിക്കുള്ളൂ, നമ്മൾ റിസൾട്ടിന് വേണ്ടി പരിഗണിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് നേടാൻ എന്തുകൊണ്ട് കഴിയും, അങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുന്നത് കൂടി നിങ്ങൾക്ക് കഴിയും. ഒന്നാം പേപ്പറിൽ പാർട്ട് എയിൽ ഒന്നാം ഭാഷയായിട്ട് നമ്മൾ മലയാളം, പിന്നെ അതേപോലെ തന്നെ പാർട്ട് ബിയിൽ അതേപോലെ വീണ്ടും നമുക്ക് എന്ത് വരും, മലയാളം 15 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ ശരി ഉത്തരം എഴുതിയ 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രമേ എന്തിനു വേണ്ടി പരിഗണിക്കുള്ളൂ, റിസൾട്ടിന് വേണ്ടി പരിഗണിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ രണ്ടാം പേപ്പറിൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇംഗ്ലീഷിൽ 15 ചോദ്യങ്ങളുണ്ട്. ആ 15 ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഉത്തരം എഴുതിയിരിക്കണം. എന്നാൽ അടിസ്ഥാന ശാസ്ത്രത്തിന് 20 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 15 എണ്ണത്തിന് മാത്രം എന്ത് ചെയ്യാതെ ഉത്തരം എഴുതിയാൽ മതി. ഈസി ആയി നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. നിങ്ങൾ നമ്മളെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ എനർജറ്റിക് ആവും, കൂടുതൽ ശക്തിയോടെ പഠിക്കും. മുഴുവൻ മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ, ഈസിയായി നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കുക, ആർക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക നോക്കാം. 2 പേപ്പറിനും കൂടി ആകെ 90 മാർക്കാണ്. 2 പേപ്പറിനും കൂടി ആകെ എത്ര മാർക്കാണ്, 90 മാർക്കിനാണ് പരീക്ഷ നടക്കുന്നത്. ആകെ 90 മാർക്കിനാണ് പരീക്ഷ നടക്കുന്നത്. അതിൽ 90-ൽ 90 വേണോ, വേണ്ട. നിങ്ങൾ അതിൽ ഏകദേശം 70% മാത്രം മാർക്ക് നേടിയാൽ മതി. 70% എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര മാർക്ക് നമുക്ക് നേടണം, 90, അതിന്റെ 70% മാത്രം നേടിയാൽ മതി. 63 മാർക്ക്, ഏകദേശം 63 മാർക്ക് നിങ്ങൾ പരീക്ഷയിൽ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഈ വർഷത്തെ USS നേടിയെടുക്കാം. 90-ൽ 63 മാർക്ക് എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ളതാണോ? നമ്മളൊന്ന് ശരിക്കും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയി നമുക്ക് എന്ത് നേടിയെടുക്കാം, ഈ ഒരു 63 മാർക്ക് നേടിയെടുക്കാം. അതിന് നിങ്ങളെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് നമ്മളുണ്ട്, നമ്മളെ ടീമുണ്ട്. നിങ്ങൾ 63 അല്ല, 73 അല്ല, 83 അല്ല, 90 മാർക്ക് വരെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ എന്ത് ചെയ്യാൻ കഴിയും, ഇതിലൂടെ ചെയ്യാൻ കഴിയും. ഇനി നോക്കാം, എത്ര രൂപ നമുക്ക് കിട്ടും. രൂപ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് പ്രത്യേകത, USS നേടി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കൊരു അഭിമാനമാണ്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു അഭിമാനമാണ്, നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിന് ഒരു അഭിമാനമാണ്. ഇനി നിങ്ങൾ 8ാം ക്ലാസ്സിൽ പോണ സമയത്ത്, നിങ്ങൾ 8ാം ക്ലാസ്സിൽ ചെല്ലുന്ന സമയത്ത് പല കുട്ടികളും നിങ്ങൾ നോക്കാം ഈ ഒരു USS സ്കോളർ ആയിട്ടായിരിക്കും അല്ലെ, ഒരു USS നേടിയെടുത്ത ഒരു വിദ്യാർത്ഥിയായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലേക്കും ഒക്കെ പോകുന്നത്. അപ്പോൾ വളരെ അഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് പറയാം, ഞാനൊരു USS നേടിയ കുട്ടിയാണ്, ഞാനൊരു USS സ്കോളറാണ് നമ്മൾക്ക് പറയാൻ കഴിയും. അതിന് ചെയ്യേണ്ടത് എന്താണ്, ഈ 90-ൽ 63 മാർക്കുകൾ നേടിയെടുക്കാം. 63 മാർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈസിയാണ്. പ്രതിവർഷം നിങ്ങൾക്ക് 1500 രൂപ സ്കോളർഷിപ്പ് ലഭിക്കും. 8ാം ക്ലാസ് മുതൽ തുടർച്ചയായി 3 വർഷവും ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും, ഈ പ്രതിവർഷം 1500 രൂപ നേടിയെടുക്കാൻ കഴിയും. അതിന് പുറമെ നോക്ക്, ഉയർന്ന സ്കോർ, ഏറ്റവും ഉയർന്ന സ്കോർ നേടുന്ന 20 കുട്ടികളെ തെരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേക ക്യാമ്പുകളും ക്ലാസ്സുകളും എല്ലാം നടക്കും. അപ്പോൾ ഒരു 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പരീക്ഷയായിട്ട് USS പരീക്ഷ മാറും. അതിന് ഈസിയായി നമുക്ക് മാർക്കുകൾ സ്കോർ ചെയ്യാം. അതിന് വേണ്ട കാര്യങ്ങളും എങ്ങനെ പഠിക്കണം, അതിൻ്റെ ട്രിക്സ്, അതിൻ്റെ ടിപ്സ് എല്ലാം ടാർഗറ്റ് ലേണിംഗ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. നോക്കാം, ഇതിന് കൂടാതെ ഈ നമ്മൾ പഠിച്ച ഈ സിലബസിന് കൂടാതെ ഇതിൽ വരുന്ന മറ്റൊരു ഭാഗമാണ് GK അഥവാ ജനറൽ നോളേജ്. ആ ജനറൽ നോളേജിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പത്രം വായിച്ചിരിക്കണം. എന്നും വീട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ചില വീട്ടിൽ പത്രങ്ങൾ ഉണ്ടാവും, ചില സ്കൂളുകളിൽ എന്തുണ്ടാവും, ലൈബ്രറികളിൽ പത്രങ്ങൾ ഉണ്ടാവും. എന്തായാലും തുടർച്ചയായിട്ട് നമ്മളെ പത്രത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ നിങ്ങൾ ഒന്ന് വിശകലനം ചെയ്യുക. അതിലെ പ്രധാന ഭാഗങ്ങൾ, സർക്കാർ പദ്ധതികൾ, ആനുകാലിക സംഭവങ്ങൾ, ഇപ്പോൾ അടുത്ത് നടന്ന പല കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. ആ വാർത്തകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കണം. അതിൽ നിന്നുള്ള ചോദ്യങ്ങളും എന്തിനു വേണ്ടിയിട്ടുണ്ടാവും, നമ്മളെ ഈ ഒരു USS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാവും.
ഓക്കെ, അതിനുവേണ്ടി ടാർഗറ്റ് ലേണിംഗ് ആപ്പ് നിങ്ങൾക്കായി ഒരുക്കുന്നത് ഒരു 10 ദിവസത്തെ ഒരു ഇന്റൻസീവ് കോച്ചിങ് ആണ്. 10 ദിവസം. നിങ്ങൾക്കറിയാം നമ്മൾ പരീക്ഷ എന്നാ നമ്മൾ പറഞ്ഞത് ഏപ്രിൽ 26-ാം തീയതിയാണ് പരീക്ഷ. അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു 10 ദിവസത്തെ ഇന്റൻസീവ് കോച്ചിങ് വരുന്നുണ്ട്. അതിൽ USS എക്സാമിന് ഏറ്റവും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടിപ്സും അതുപോലെ തന്നെ മെമ്മറി ട്രിക്സും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ തന്നെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആ രജിസ്ട്രേഷന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളെ എല്ലാ കൂട്ടുകാരിലേക്കും നിങ്ങൾ ഈ വിവരം എത്തിക്കുക. ഈസി ആയി നമുക്ക് USS നേടിയെടുക്കാൻ കഴിയും. ഈ വർഷം USS നേടുന്ന വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ കുട്ടികളും ഈ ടാർഗറ്റ് ലേണിംഗ് ആപ്പിൽ നിന്ന് പഠിച്ച കുട്ടികളാവട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങാം. ഈസിയായി നമുക്ക് പരീക്ഷ ഫേസ് ചെയ്തിട്ട് നമുക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാവാം. നമ്മുടെ പ്ലാൻ നമുക്കൊന്ന് നോക്കിയാലോ. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നല്ലൊരു പ്ലാനാണ്, ഒരു സ്റ്റഡി പ്ലാൻ ആണ്. 10 ദിവസത്തെ സിമ്പിൾ, വെറും 10 ദിവസമാണ്. നമ്മൾ ഓൾറെഡി നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ലൈവ് ക്ലാസ്സുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാം, നോമ്പും അതിൻ്റെ ഈവനിങ് 7 മണി മുതലുള്ള ഒരു സെഷനൊക്കെ നമ്മൾ വെക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ കൂടുതൽ കുട്ടികൾ പറഞ്ഞത് നമുക്ക് റെക്കോർഡഡ് ആയിട്ട് ഈ ക്ലാസ്സുകൾ കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി ഉപകാരപ്രദമാണ്. ഈസി ആയിട്ട് അവർക്ക് പറ്റുന്ന സമയത്ത് പഠിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. സ്റ്റഡി പ്ലാനിന് വേണ്ടി ആദ്യം നമ്മൾ പറയുന്നു, ഇതിൽ വരുന്നതെല്ലാം എന്താണ്, റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമുക്കിതിൽ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏത് ടൈമിലും വേണമെങ്കിലും ഉപയോഗിക്കാം. നോമ്പെടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന സമയമൊക്കെ ആയിരിക്കും ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോർണിംഗ് ഒരു 10 മണി മുതൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണമെങ്കിൽ ഇരിക്കാം. ഇനിയിപ്പോൾ നൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാത്സും ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, അതേപോലെ ഇംഗ്ലീഷ് എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് പ്ലാനിങ്ങിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത്, നമ്മൾ മാത്സ് നന്നായി പഠിക്കുക. മാത്സിലെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഡിസ്കസ് ചെയ്യും. രണ്ടാമത്തത് സയൻസ് സബ്ജക്റ്റിലെ എല്ലാ പ്രീവിയസ് ചോദ്യങ്ങളും, അതായത് USS എക്സാമിന് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഡിസ്കസ് ചെയ്യും. പിന്നീട് അതിൻ്റെ സോഷ്യൽ സയൻസ് നമ്മളിവിടെ SS നോട്ട് ചെയ്യാം. സോഷ്യൽ സയൻസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം വരും. പിന്നെ നമ്മൾ അതേ ആഴ്ച തന്നെ ചില ദിവസങ്ങളിൽ ഇത് ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്യൂസ് പ്രോഗ്രാമും കൂടി അതിൽ തന്നെ കണ്ടക്ട് ചെയ്യും. ഒരു ക്യൂസ് പ്രോഗ്രാം അന്ന് നമ്മൾ പഠിച്ച ആ ദിവസം, അതല്ലെങ്കിൽ ആ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിച്ച സയൻസിൻ്റെയും മാത്സിൻ്റെയും സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യൂസ് നമുക്ക് നടത്താം. ആ ക്യൂസിൽ എന്ത് ചെയ്യാം, ഏകദേശം എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടാവും അത് ചെയ്തിട്ടുണ്ടാവുക. അതോടുകൂടി നിങ്ങൾ കൂടുതലായി പഠിച്ചെടുക്കാൻ കഴിയും. ഏകദേശം ഏപ്രിൽ ഒരു 23-ാം തീയതി, ഏപ്രിൽ 23-ാം തീയതി നമ്മൾ എന്ത് ചെയ്യുക, ഒരു മോഡൽ USS എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതിനെല്ലാം വേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഈ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യുക. എന്നിട്ട് അഭിമാനകരമായിട്ട് നിങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ഒരു USS സ്കോളറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നതാണ് നമ്മളെ ഉദ്ദേശം. ടീച്ചേഴ്സിനും അതുപോലെ തന്നെ പാരൻസിനും എല്ലാവർക്കും അഭിമാന താരങ്ങളായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് ടാർഗറ്റിന്റെ ഒരു എൻ്റയർ ടീം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ടീം മൊത്തം മാത്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും സോഷ്യൽ സ്റ്റഡീസ് ആണെങ്കിലും അതിൽ ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എല്ലാവരും ബി പ്രിപ്പയർഡ്, നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുക. പിന്നെ പലർക്കും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ USS പരീക്ഷയ്ക്ക് നമ്മൾ ഒരു ഗൈഡ് ഫോളോ ചെയ്യണോ എന്നുള്ള ക്വസ്റ്റ്യൻ. തീർച്ചയായും നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഗൈഡ് ഫോളോ ചെയ്യാം. കാരണം എന്താ വിചാരിച്ചാൽ കൂടുതൽ ചോദ്യങ്ങൾ അതിൽ നിന്ന് പരിചയപ്പെടാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും നമ്മളെ ബുക്ക് സ്റ്റാളിൽ അവൈലബിൾ ആവുന്ന ഒരു ഗൈഡ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ചോദ്യം ഇതിൽ നിന്ന് കിട്ടും. അത് കൂടാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു ഗൈഡിനെ അല്ലെങ്കിൽ ഒരു ബുക്ക് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. എല്ലാ ബുക്ക് സ്റ്റാളിലും USSന്റെ ബുക്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കാരണം ഇനി കുറഞ്ഞ സമയമുള്ളൂ, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റൻസീവ് ക്രാഷ് പ്രോഗ്രാം പോലെ നമ്മളൊരു 10-day ചലഞ്ചായി നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. വളരെ മികച്ച മാർക്കോടുകൂടി നമുക്ക് ഒരു USS സ്കോളർ ആവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ ഇപ്പോൾ തന്നെ
നടത്തുക, വേഗം നടത്തുക, നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക, നിങ്ങളെ എല്ലാ ഫ്രണ്ട്സും ജോയിൻ ചെയ്യാൻ പറയുക. ഓക്കെ, ഗുഡ് ലക്ക്. Target Learning App, Kerala's most trusted learning partner.